വർഷം 2002. മലയാള സിനിമ എത്തി നിൽക്കുന്നത് വല്ലാത്തൊരു പ്രതിസന്ധിയിൽ. സൂപ്പർ സ്റ്റാറുകൾക്കൊന്നും മലയാളത്തെ താങ്ങി നിർത്താൻ സാധിക്കാത്തൊരു വർഷം. ബി ഗ്രേഡ് സിനിമകളുടെ ആധിപത്യം മലയാളത്തിൽ വേരുപിടിപ്പിക്കുന്നതും കൂടിയായ ഒരു സമയം. മോഹൻലാലിന്റെ പേരിലെത്തുന്ന ഒരു ചിത്രം താണ്ഡവം. എന്നാൽ പ്രതീക്ഷയ്ക്കത്ത് ഒരു റിസൾട്ട് തരാതെ മടക്കം. പിന്നീട് മമ്മൂട്ടിയുടെ ഫാൻഡവും ബോക്സ് ഓഫീസിൽ മൂക്കുകുത്തുന്നു. പിന്നെയും ഒരു പ്രതീക്ഷ നൽകിയത് സത്യനന്ദിക്കട ജയറാം കൂട്ടുകെട്ടിലെത്തിയ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. എന്നാലും ഈ ഇൻഡസ്ട്രിയെ ഒറ്റയ്ക്ക് താങ്ങിക്കൊണ്ടുപോകാനുള്ള കെൽപ്പൊന്നും ഈ കൂട്ടുകെട്ടിനുണ്ടായിരുന്നില്ല. എന്നാൽ മലയാളത്തെ ഒറ്റയ്ക്ക് തോളേറ്റാൻ ആ വർഷം അവതരിച്ച ഒരാൾ, ദിലീപ്. 5 സിനിമകളാണ് ദിലീപിന്റെ പേരിൽ ആ വർഷം എത്തിയത്. മീശമാധവൻ, കല്യാണരാമൻ, കുഞ്ഞിക്കൂനൻ, കുബേരൻ, മഴത്തുള്ളിക്കിലുക്കം. പിന്നീട് അങ്ങോട്ട് നടന്നത് ഒരു ചരിത്രമായിരുന്നു. ദിലീപ് എന്ന നായകനെ ജനപ്രിയ നായകനാക്കിയ ഒരു വർഷം. ഇന്നും റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ച ഒരു വർഷം.